ഇനി നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡബിൾ ക്രോഷ്യ ആണ്. ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഹാഫ് ഡബിൾ ക്രോഷ്യ ആയിരുന്നു. ഇനി ഡബിൾ ക്രോഷ്യ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ചെയ്യാം. സ്ലിപ്പ് നോട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്നെടുത്ത് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഒരു 10 അഥവാ 10 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് കയറി നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, നമ്മളപ്പം 10 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഡബിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത സമയത്ത് ഫസ്റ്റത്തെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തു. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റത്തെ 2 ചെയിൻ സ്കിപ്പ് ചെയ്തു. എന്നാൽ ഇനി ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ 3 ചെയിൻ സ്കിപ്പ് ചെയ്ത് 4ാമത്തെ ചെയിനിലേക്കാണ് ഹൂക്കിനെ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. സിംഗിൾ ക്രോഷ്യക്ക് 1 ചെയിൻ, ഹാഫ് ഡബിൾ ക്രോഷ്യക്ക് 2 ചെയിൻ, ഡബിൾ ക്രോഷ്യക്ക് ആദ്യത്തെ 3 ചെയിൻ, അങ്ങനെയാണ് സ്കിപ്പ് ചെയ്യുന്നത്. റെഡി? നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തതുപോലെ തന്നെ ഹൂക്കിനെ ഫസ്റ്റ് ഒന്ന് യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് 3 ചെയിൻ സ്കിപ്പ് ചെയ്ത് 4ാമത്തെ ചെയിനിലേക്ക് ഹൂക്കിനെ ഇൻസേർട്ട് ചെയ്യാം. അപ്പം നമുക്കിതുപോലെ 3 ലൂപ്പ് കിട്ടുന്നതായിരിക്കും. ഇനി യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ ഒരു ചെയിനിലൂടെ മാത്രം അഥവാ ഒരു ലൂപ്പിലൂടെ മാത്രം ഹൂക്കിനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടി. വീണ്ടും യാൺ ഓവർ ചെയ്തു ആദ്യത്തെ 2 ലൂപ്പിലൂടെ മാത്രം പുറത്തേക്ക് എടുക്കാം. വീണ്ടും നമുക്ക് 2 ലൂപ്പ് ബാലൻസ് ഉണ്ടാവും. വീണ്ടും യാൺ ഓവർ ചെയ്ത് ബാലൻസ് ഉള്ള 2 ലൂപ്പിലൂടെയും പുറത്തേക്ക് എടുക്കുക. അപ്പം നമുക്കൊരു ഡബിൾ ക്രോഷ്യ കിട്ടി. ഇനി നമുക്ക് എല്ലാ ചെയിനിലും അത് റിപ്പീറ്റ് ചെയ്ത് പോകണം. ഓക്കെ, യാൺ ഓവർ ചെയ്തു, നെക്സ്റ്റ് ചെയിനിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തു. ഇനി നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല, എല്ലാ ചെയിനിലും കംപ്ലീറ്റ് ചെയ്യണം. വീണ്ടും യാൺ ഓവർ ചെയ്ത് ചെയിനിലൂടെ മാത്രം പുറത്തേക്കെടുത്തു. യാൺ ഓവർ ചെയ്തു ആദ്യത്തെ 2 ലൂപ്പിലൂടെ പുറത്തേക്കെടുത്തു. യാൺ ഓവർ ചെയ്തു ബാലൻസ് ഉള്ള 2 ലൂപ്പിലും പുറത്തേക്കെടുത്തു. വീണ്ടും നമുക്കൊരു ഡബിൾ ക്രോഷ്യ കിട്ടി. നെക്സ്റ്റ് യാൺ ഓവർ ചെയ്യുക, നെക്സ്റ്റ് ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്തു, ഫസ്റ്റ് എടുത്തു, യാൺ ഓവർ ചെയ്തു, ആദ്യത്തെ 2ലൂടെ എടുത്തു, യാൺ ഓവർ ചെയ്യുന്നു. വീണ്ടും ബാലൻസ് ഉള്ള 2ലൂടെയും പുറത്തേക്ക് എടുക്കുന്നു. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയിനിലും അത് റിപ്പീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇതാണ് നമ്മുടെ ഡബിൾ ക്രോഷ്യയുടെ ഫൈനലായിട്ടുള്ള റിസൾട്ട്. ഇങ്ങനെയാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്താൽ വരുന്നത്. നമുക്കിവിടെ സൈഡ് ഒരു വി പോലെ വരും. അതായത് നമ്മൾ ചെയിൻ ചെയ്തതുപോലെ ഒരു വി പോലെ വരും. നമ്മൾ നെക്സ്റ്റ് റൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് ചെയ്യുന്നത്. ഇതിനെയും നമുക്കിതുപോലെ വലിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം.